ഹലോ ഗുഡ് മോർണിംഗ്. അനുസരിപ്പത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നീങ്കാരൻ നമ്മളെ വിളിച്ച് സൗണ്ട് ഉണ്ടാക്കുന്നു. ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ല കേട്ടോ, തുള്ളിക്ക് തുള്ളി പോലും ഉറങ്ങിയിട്ടില്ല. അമ്മയ്ക്ക് തീരെ സുഖമില്ല, അതുകൊണ്ടൊക്കെ ഉറങ്ങിയിട്ടേ ഇല്ല എന്ന് വെച്ചാൽ ഉറങ്ങിയിട്ടേ ഇല്ല, തീരെ വയ്യ അമ്മയ്ക്ക്. അമ്മ എൻ്റെ മാതിരി തന്നെ, ഞാൻ അമ്മ ഒരുപോലെയാണ്, ഭയങ്കര എനർജി ബോംബായിട്ട് നടക്കുമെങ്കിലും പിന്നെ വയ്യായി വന്നാലും ഞങ്ങൾ അധികം ആരെയും അങ്ങനെ അറിയിക്കൊന്നും ചെയ്യാതെ മാക്സിമം ഞങ്ങളുടെ ഉള്ളിൽ തന്നെ കൊണ്ട് നടക്കണ്ടോ. പിന്നെ ഞാൻ ജോൺസേട്ടനോട് കുറച്ചൊക്കെ ഒരു പായാരം കാണിക്കും, അത്രയേ ഉള്ളൂ. ഇപ്പം മീൻ വന്നിട്ടുണ്ട്, അപ്പം നമുക്ക് പോയിട്ട് മീൻ നോക്കാം. ഇന്നെന്താ മീൻ നോക്കാം. ഇന്നലെ നമ്മൾ കിളിമീനാണേ വാങ്ങിയത്, കുരുമുളകൊക്കെ അരച്ച് കറി ഇത് വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. വറുത്തപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു, കഞ്ഞിയും കൂട്ടി കഴിച്ച്. ഇന്ന് നമുക്ക് എന്താ ഉള്ളേ നോക്കാം. ഇന്ന് മാളൂട്ടീൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണല്ലോ. ഹാപ്പി ബർത്ത്ഡേ പറയാം. മാളു ക്ലാസ്സിൽ നേരത്തെ പോയിട്ടുണ്ടാവും. മീൻ എന്താ നോക്കട്ടെ. മീൻ കിട്ടിയോ? എന്താ ഇന്ന് എല്ലാ അയിലുണ്ട്, ചെമ്മീന്, മത്തി, മാന്തൾ. അടിപൊളി അയില നല്ലതല്ലേ. മത്തിയോ? മുള്ളാൻ തോന്നില്ലേ മൂന്ന്? അന്ന് എനിക്ക് അയില മതി, 4 എണ്ണം മതി കേട്ടോ വറക്കാനാണ്. എനിക്ക് 10 രൂപ ഇങ്ങോട്ട് തരാനുണ്ട്. എനിക്ക് 2 നല്ല ദശക്കട്ടിയുള്ള മാന്തലിട്ടെ എനിക്ക് വറുത്ത് തരും. 2-3 എണ്ണം മതിയേ, കുറേ ഇടരുത്, വേറെ ആരും തിന്നാനില്ല. കഞ്ഞിയാണ്, കഞ്ഞി. എത്ര രൂപയാ? അപ്പം ഞാൻ 10 രൂപ ഇപ്പം അങ്ങോട്ട് തരാനാണേ. ഓക്കെ. ഇപ്പം നമ്മളിത് എന്താ പൂച്ച നിന്റെ പ്രശ്നം? എന്താ പ്രശ്നം? നല്ല അയില വാങ്ങിയിട്ടുണ്ട്. 2 മാന്തൽ എനിക്ക് വറുത്ത് തിന്നാൻ ഇട്ടിട്ടുണ്ട്. ഇന്ന് സ്കൂളുണ്ട് കേട്ടോ, പിള്ളേരൊക്കെ സ്കൂളിലൊക്കെ പോകുന്ന തിരക്കാണ്. നല്ല സ്കൂളാട്ടോ നമ്മുടെ അവിടെ ഉള്ള LP സ്കൂൾ. പഠിപ്പിക്കുന്നതൊക്കെ നമുക്കിവിടെ ഇങ്ങനെ കേൾക്കാം, അടിപൊളിയാണ്. നല്ല ടീച്ചേഴ്സും, നമ്മുടെ ഒരു കുടുംബം പോലെയാണ് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ സ്കൂൾ എന്ന് പറയുന്നത്. ജോൺസേട്ടായിക്ക് രാവിലെ എഴുന്നേറ്റ് ഞാൻ ചുക്ക് കാപ്പി ഉണ്ടാക്കി കൊടുത്തേ. ചുക്ക് കാപ്പി കുടിച്ചു. പിന്നെ ബ്രെഡ് ഉണ്ട്, ബ്രെഡ് ജസ്റ്റ് ഒന്ന് എന്താക്കണം, ടോസ്റ്റ് ചെയ്ത് ജോൺസേട്ടായിക്ക് ബ്രെഡും ജാമും കൂടെ കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ഞാനും അത് കഴിക്കും. പിന്നെ കഞ്ഞിയാണ്, പയർ വെള്ളത്തിലിട്ടത് കൊണ്ട് നമ്മൾക്ക് പയറുണ്ട് കഞ്ഞിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. കഞ്ഞിയും പയറും അച്ചാറും കൂട്ടി നമ്മൾ കഴിക്കും. പുല്ല് കണ്ടോ ജോൺസേട്ട? കഴിഞ്ഞ ദിവസമൊക്കെയാണ് ഇത് കട്ട് ചെയ്തത്, എന്നിട്ടും കണ്ടോ എത്ര വേഗം വളരുന്നതെന്ന്. ഇപ്പോൾ ഇൻ്റർലോക്ക് കംപ്ലീറ്റ് എടുത്ത് ഇവിടെ കോൺക്രീറ്റ് ചെയ്യുന്നു ജോൺസേട്ട പറയുന്നുണ്ട്. നോക്കാം. അപ്പം അങ്ങനെയാണ്. എനിക്കൊരു ചെറിയ വീട്ടിലേക്ക് മാറണമെന്ന് ആഗ്രഹമുണ്ട്. ചെറിയ വീടാക്കാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ. 1 നിലയുള്ള 3 ബെഡ്റൂമുള്ളൊരു കുഞ്ഞു വീട്. കാരണം ആരോഗ്യത്തെയും ഭയങ്കര ബാധിക്കുന്നുണ്ട്, വൃത്തിയാക്കലും എല്ലാം ആയിട്ട്. ഇനി എനിക്ക് തുടയ്ക്കണം. ഞാൻ അടിച്ചു വാരി കഴിഞ്ഞ് രാവിലെ തന്നെ. വേണ്ടൊരുത്തൻ ഇരിക്കുന്നുണ്ടോ, എന്തൊക്കെയോ കാണിക്കുക. എൻ്റെ ഫോണ് നോക്കുക. എന്നിട്ട് എൻ്റെ ഫോൺ നോക്കുന്നുണ്ട്. എൻ്റെ ഫോൺ നോക്കുന്നത് മറ്റൊന്നല്ല കേട്ടോ, എൻ്റെ സംശയം ഉണ്ടായിട്ടല്ല, എൻ്റെ അക്കൗണ്ടിലെ ബാലൻസ് നോക്കുകയാണ്. ജോൺസേട്ടൻ കഴിഞ്ഞ ദിവസം എനിക്ക് 5000 രൂപ ഇട്ടെന്ന് മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതും എടുത്ത് ചിലവാക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും ഓരോ വീട്ടിൽ നിന്ന് ഫുഡ് നിങ്ങൾ വിചാരിക്കില്ലേ? ശരിയാണ്. മോളി ചേച്ചി ഇന്ന് എനിക്ക് നല്ല ചൂടപ്പവും ഗ്രീൻ പീസ് കറിയും. അപ്പം കാത്തു വന്നിട്ടുണ്ട് കേട്ടോ. കാത്തു ഞാനും കൂടിയാണ് കൊണ്ടുവന്നേ. കാത്തു ഇവിടെ ഗേറ്റ് കയറുന്നതിന് മുമ്പേ ജോക്കുത്താ അപ്പ കാത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യോ, അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഇതാ കേട്ടോ. ജോക്കുട്ടാ അപ്പ, നല്ല ഗ്രീൻ പീസ് കറി. ഇതുണ്ടോ കുഞ്ഞി തവി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഗിവ് ആൻഡ് ടേക്ക് പോളിസി ഉണ്ട്, പക്ഷേ ഞാൻ ടേക്ക് മാത്രമേ ഉള്ളൂ, ഗിവ് കുറവാട്ടോ. ഞങ്ങൾക്ക് അപ്പോൾ ബിരിയാണിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഇവിടെ ആർക്കും കൊടുക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ളവരൊക്കെ ഭയങ്കര കുക്കിങ്ങിൻ്റെ ആളുകളാണ്. ഇത് കണ്ട കാത്തിരിക്കുന്ന കാത്തു, ജോക്കുട്ടിക്ക് അപ്പം കൊണ്ടുവന്നേ ആരാ? ജോക്കുട്ടിക്ക് എന്നാ കൊടുക്ക്. ആരാ കാത്തു ജോക്കുട്ടിക്ക് അപ്പം കൊണ്ടുവന്നേ? കറി വേണ്ടേ കാത്തു? കറി കൊടുക്കാ? അയ്യോ, ഞാനിപ്പോൾ കഴിക്കുന്നില്ല കേട്ടോ, ഞാൻ കുറച്ചുണ്ട്. കറി വേണ്ടേ? ജോൺസേട്ടയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ മോൾ ചേച്ചീൻ്റെ. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തന്നു കഴിഞ്ഞാൽ വെറൈറ്റി, വീട്ടിൽ നിന്ന് വ്യത്യസ്തമായൊരു ടേസ്റ്റ് അല്ലേ, ഭയങ്കര ഇഷ്ടം. ഇതേ കറി. കാപ്പി വെച്ച് കൊടുക്കാം നമുക്ക് ജോക്കുട്ടയ്ക്ക്. കാപ്പി വെച്ച് കൊടുക്കാം. വിളമ്പണ്ട, ആയിട്ടില്ല. ജോക്കുട്ട വന്നിട്ട് നമുക്ക് വിളമ്പി കൊടുക്കാം കേട്ടോ. കറി വിളമ്പി കൊടുക്കാൻ വന്നു. ഇത്രയും സ്നേഹമുള്ളൊരു മുത്തിനെ എവിടെ കിട്ടും നമുക്ക്? കാത്തുവേ
ഒച്ചു കാത്തുൻ്റെ വായിൽ കയറാൻ വന്നോ? ഇവിടെ ഞങ്ങളിപ്പോൾ പേടിപ്പിച്ച് വെച്ചേക്കുന്നതാണ് മിഠായി തിന്ന് ഒച്ചു വരുന്നത്. കാത്തു മിഠായി വേണോ അവന്? എന്താ കാരണം? പല്ലിൽ പുഴു വരും. ഐസ്ക്രീമോ? തണുപ്പ. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച കാരണം കൊച്ചിന് ഇപ്പം അങ്ങനത്തെ വാശിയൊന്നുമില്ല. ജോൺസന്റെ കാപ്പി വെക്കണോ? കാപ്പി വേണോ എനിക്ക് ജോക്കുട്ടനോട്? പോയി ചോദിക്ക്. ജോൺസേട്ടാന്ന് വിളിക്കും, ജോൺസ് എന്ന് വിളിക്കും, ജോക്കുട്ടാന്ന് വിളിക്കും. കാപ്പി വേണോ ചോദിക്കും. ബെഡ്റൂമില് അന്നേൻ്റെ ബെഡ്റൂമില് കറണ്ട് ഇല്ലാത്തത് ഇന്നിവിടെ കറണ്ട് ഇല്ല. 4 മണിക്കേ കറണ്ട് വരും. അതാ ചോദിക്ക്. വേണോ ജോൺസേട്ടാ കാപ്പി? ചൂടുവെള്ളം പോരെ? ബാ ജോക്കുട്ടാ കാപ്പി വേണ്ട, ചൂടുവെള്ളം മതി പറഞ്ഞു. ഓക്കെ. അപ്പോൾ ജോക്കുട്ട അപ്പം തിന്നട്ടെ. എല്ലാവരും ചോദിച്ചു ചേച്ചി എന്താ ഈ കിച്ചണിൽ കുക്ക് ചെയ്യാത്തത്? ഈ കിച്ചണിൽ കുക്ക് ചെയ്യാത്തത് ആദ്യമൊക്കെ ഞാൻ വൃത്തികേടാവണ്ട ഇതിനോട് അടുപ്പിച്ചുള്ള സ്ഥലമല്ലേ. അപ്പോൾ മലയാളികൾക്ക് പൊതുവേ അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ ഓർത്ത് ചെയ്തു. പിന്നെ എനിക്ക് ഈ കിച്ചണിൽ കൊണ്ടുപോയി കുക്ക് ചെയ്യാൻ തന്നെ മടിയായി. കാരണം ഇതിന് ഇവിടെ എല്ലാ സാധനങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ അത് എടുത്തുകൊണ്ട് അവിടെ കൊണ്ടുപോയി കുക്ക് ചെയ്യാൻ തന്നെ മടിയായി. പക്ഷേ നമ്മൾ ചെയ്യണം കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല, വേറെ ആരെങ്കിലുമൊക്കെ ഉപയോഗിക്കും. സോ നമ്മൾ എന്ത് സൗഭാഗ്യം ഉണ്ടെങ്കിലും അത് ആ ഒരു ടൈമിൽ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കണം. ഒരു ഡ്രസ്സാണെങ്കിലും ഞാനിപ്പോൾ അപ്പം തന്നെ ഇടും കേട്ടോ. കത്തുമ്പിയേ പിന്നെ മീൻ നന്നാക്കാനുണ്ട് കണ്ടോ. അടുക്കളയിൽ പണി ഒത്തിരി ബാക്കിയുണ്ട് കേട്ടോ. മീൻ നന്നാക്കാനുണ്ട് എനിക്ക്. പിന്നെ അതുപോലെ തന്നെ പയറ്. പിന്നെ എനിക്ക് കറണ്ട് വേണ്ടാത്ത സാധനങ്ങളാണ്. കഞ്ഞിയല്ലേ ഞാൻ വെക്കുന്നേ, എനിക്ക് കറണ്ടിൻ്റെ ആവശ്യമില്ല. കത്തുമ്പിക്കുട്ടാ അന്നേനെ കാണിച്ചു കൊടുക്കാം. അന്നേൻ്റെ ഫോട്ടോ ഇതാരാ കാത്തു? ഇത് ഞാനാട്ടോ. അടിച്ചു വാരി തുടച്ചു രാവിലെ തന്നെ പരിപാടികളൊക്കെ തീർത്തു. ഇല്ലേ കാത്തു? എല്ലാവരും ചോദിച്ചു ജോൺസാറിൻ്റെ കയ്യിൽ മുറിവ് ഉണങ്ങിയോന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ടേ. മുറിവ് ഉണങ്ങിക്കൊണ്ടിരിക്കുന്നു. ഉണങ്ങിയെന്ന് പറയാൻ പറ്റില്ല, ഉണങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കിട്ടിയ സമയം കൊണ്ട് വേഗം കിട്ടിയ സമയം എനിക്ക് വയ്യ കേട്ടോ, തീരെ വയ്യ. കയ്യും കാലും പുറമൊക്കെ വേദനയാണ്. ചെറുപയറൊന്ന് കാന്താരിയും വെളുത്തുള്ളിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചു. മീൻ നന്നാക്കി വെച്ചു. ഞാൻ എനിക്ക് വേണ്ടി 2 മാന്തൾ വാങ്ങിയിട്ടായിരുന്നേ. പിന്നെ ഇത് വറവിടാൻ വേണ്ടിയിട്ട് തേങ്ങാക്കൊത്ത്. വേറെ കറിയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് കുറച്ചൊരു രുചി കിട്ടാനാട്ടോ ഞാൻ തേങ്ങയും തേങ്ങാക്കൊത്തും ഉപയോഗിക്കുന്നത്. വേറെ കറിയൊക്കെ ഉണ്ടെങ്കിൽ അത് വെറുതെ ഒന്ന് ഉടച്ച് വറവിടുകയുണ്ടാവുള്ളൂ. ഇനി ഇതിനകത്ത് തന്നെ എനിക്ക് പപ്പടം മറക്കാൻ വേണ്ടി പോകും. പപ്പടം മറത്തിട്ട് ആ എണ്ണയിൽ തന്നെയാണ് ഞാൻ എണ്ണ ലാഭിക്കാനും വേണ്ടിയിട്ടും പാത്രം ഇതാക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഇതിനകത്ത് പപ്പടം മറത്തിട്ട് നമുക്ക് ആ പാനിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ചെറുപയറിന് വറവിടാം. ദേ പപ്പടം ഇതിനകത്ത്. പപ്പടം ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ, ഞാൻ മോൾ ചേച്ചിൻ്റെ അടുത്ത് പോയി വാങ്ങിയതാണ് കഴിഞ്ഞ ദിവസം. പോയി സാധനമൊക്കെ വാങ്ങണം. കുറച്ച് ദിവസമായി ഇങ്ങനെ പോയൊന്നും വാങ്ങാതൊക്കെ ഇരിക്കുന്നു. ഒന്നാമത് ഇവിടെ എവിടെയും കോഴിക്കോടും വയനാട് നിൽക്കുന്നതാണ് എനിക്കും കൺഫ്യൂഷനാവും. എവിടെയാണ് സാധനം ഉള്ളത്, എവിടെയാണ് ഇവിടെയാണെന്നൊക്കെ കൺഫ്യൂഷൻ. പപ്പടം മറക്കട്ടെ. ചെറുപയറായി മീൻ വറുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മോളി ചേച്ചി രാവിലെ തന്ന 2 അപ്പം ഉണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഞാൻ അപ്പം കഴിക്കാമെന്ന് ഓർത്തു. ഇതേ പപ്പടം കാച്ചി വെച്ചിട്ടുണ്ട്. ഞാനിതേ ചെറുപയറും ഒരു അയില വറുത്തതും മാന്തൾ വറുത്തതും കൂട്ടി കഴിക്കുകയാണ്. ചെറുപയറിൽ ഞാൻ ഇട്ടത് കണ്ടില്ലേ, സിമ്പിളായിട്ട് തേങ്ങ ചിരണ്ടിയിട്ട് അങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു കറി കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്. കഞ്ഞീൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അയില വറുത്തത്, ഇത് അയിലേൻ്റെ കരൾ വറുത്തത് കേട്ടോ, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സംസാരിക്ക് കൈ വയ്യാത്തതുകൊണ്ട് പോയില്ല. എനിക്ക് നല്ല പനിയും കൈയും കാലും വേദനയൊക്കെ ആയിട്ടിരിക്കുകയാണ്. ഞാൻ അതൊന്ന് കഴിക്കട്ടെ കേട്ടോ. ഞങ്ങളൊന്ന് ഇരുന്നുറങ്ങിപ്പോയിട്ടോ. എനിക്കാണെങ്കിൽ ഒടുക്കത്ത നെഞ്ചുവേദന, ഇരുന്നങ്ങ് ഉറങ്ങിപ്പോയി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വന്നിട്ടൊന്ന് ഇപ്പം എഴുന്നേറ്റപ്പോൾ ഞാൻ മീൻ വറക്കാനിട്ട് മീൻ വറുത്ത് കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു. കഞ്ഞി ആയിട്ടുണ്ട്. കഞ്ഞി ഞാൻ അരി കുറച്ചേ ഇട്ടുള്ളൂ കേട്ടോ, കുറേ വെള്ളം ഒഴിച്ചാൽ ഇട്ടതാണേ. കഞ്ഞി കുടിക്കട്ടെ. പയറുണ്ട്, ഒക്കെ കൂട്ടിന്ന് കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു. അമ്മയായിരുന്നു അവളെ പാട്ടുള്ളത്. അമ്മയുടെ വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ആയിട്ടില്ല, ഒരു
കുറച്ച് ദിവസത്തേക്കിന് നിങ്ങൾ അമ്മേൻ്റെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കരുത്. പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പം അച്ചാറും കൂട്ടി കഞ്ഞി കുടിക്കട്ടെ. അപ്പോൾ ഇതേ ഞങ്ങൾ കഞ്ഞി കുടിക്കുകയാണ് കേട്ടോ. അച്ചാറ് ജോൺസേട്ടായിക്ക് കുറച്ച് ബീഫ് അച്ചാർ എടുത്തു. ജോൺസേട്ടായിക്ക് ബീഫ് അച്ചാർ ഇഷ്ടം. എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല നോൺ വെജ് അച്ചാർ. ഞാൻ ചിന്തിക്കും ജോൺസേട്ട എന്താ കടയിൽ പോകാത്തത്. സുഖമല്ല കേട്ടോ നമുക്ക് രണ്ടാക്കും. അതുകൊണ്ടാണ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കഞ്ഞിക്കുളി കഴിഞ്ഞു, കുളി കഴിഞ്ഞ്. ഇനി എന്താ പരിപാടി? ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. മോളി ചേച്ചീൻ്റെ അടുത്ത് പോയി കുറച്ച് നേരം വർത്താനം പറഞ്ഞിരിക്കും. പിന്നെ നിങ്ങളോടൊക്കെ കുറച്ച് നേരം വർത്താനം പറയും. അതൊക്കെയാണ് ഇന്നത്തെ പ്രത്യേകിച്ച് സ്ഥിതി. ഇത് ചക്കരേൻ്റെ പണ്ടൊക്കെ കേട്ടോ. അതവളിവിടെ വെച്ച് പോയതാണ്. നല്ല ഹെൽപ്ഫുൾ ആട്ടോ. വെള്ളം മുഴുവൻ മുടി കുറച്ചേ ഉള്ളൂ, എന്നാലും മുടിയിലുള്ള വെള്ളം മുഴുവൻ ഇതിങ്ങനെ എടുത്തോളും. രാവിലെ ഇവിടെ ഒന്നും കറണ്ട് ഇല്ലായിരുന്നു. ഇന്ന് 4 മണിക്കാട്ടോ പിന്നെ കറണ്ട് വന്നത്. അപ്പോൾ കാത്തൂൻ്റെ ഒച്ച അതിൻ്റെ ഇടയ്ക്ക് കുറേ കേട്ടായിരുന്നു. ഞാനിങ്ങനെ ഒന്ന് മയങ്ങിപ്പോയി. എനിക്ക് മയക്കത്തുനിന്ന് ബോധം കെട്ടുറങ്ങുക അങ്ങനെയല്ല, ഒരു ചെറിയൊരു മയക്കം. അതിനകത്തൊന്നും റിലീസാവാൻ പറ്റിയില്ല. അപ്പം കാത്തുക്കുട്ടീനെ ഒന്ന് പോയി നോക്കട്ടെ കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ അച്ഛനെ പൊതുശ്മശാനത്തിൽ അടയ്ക്കണം. അപ്പോൾ എല്ലാവരും അതിൻ്റെ റീസണൊക്കെ ചോദിച്ചായിരുന്നു. അതിൻ്റെ റീസൺ ഞാൻ നിങ്ങളോട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാം കേട്ടോ. അച്ഛൻ ക്രിസ്ത്യനാണ് കേട്ടോ, അമ്മ ഹിന്ദുവാണ്. അപ്പം എന്തുകൊണ്ടാണ് പൊതുശ്മശാനത്തിൽ അടയ്ക്കുക എന്നുള്ളത് വൈൻഡപ്പ് ചെയ്യുമ്പോൾ പറയാം. ഓക്കെ, ഇതേ നമുക്ക് കാത്തു വന്നേ. കാത്തൂനെയും കൂട്ടിയിട്ട് മെല്ലെ നടക്കാനിറങ്ങിയതാട്ടോ. അവിടെ അപ്പുട്ടൻ്റെ അടുത്തു നിന്നാണ് കാത്തൂന് പാല് വാങ്ങുന്നത്. അവിടെ ഒരു പശു ഉണ്ട് കേട്ടോ, പ്രസവിച്ചെടുപ്പുണ്ട്. അപ്പോൾ അപ്പുട്ടൻ്റെ പാല് എന്നാ പറയുക. അപ്പോൾ അപ്പുട്ടനെ കാണാൻ വേണ്ടി പോവുക അല്ലേ. കാത്തൂന് പാല് തരുന്ന അപ്പുട്ടനെ കാണാൻ വേണ്ടി പോകും. എടുത്ത് അടച്ചോ, തുടയ്ക്കണോ മുല്ലേ? തുടയ്ക്കണോ? വേണോ? കാത്തൂന് ടോയ്ലറ്റ് ട്രെയിനിങ് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കാത്തു അവിടെ പോയിട്ടൊന്ന് മുള്ളി. ഞാൻ തുടച്ചു കൊടുക്കണോ ചോദിച്ചാൽ അപ്പോൾ അവൾ തുടച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ പകുതി പറഞ്ഞു വെച്ച കാര്യം, അച്ഛനെ എന്തുകൊണ്ടാണ് പൊതുശ്മശാനത്തിൽ അടക്കം ചെയ്തത്. അച്ഛൻ CSI ആണ്, ക്രിസ്ത്യൻ CSI ആണ്. അമ്മ കൊങ്ങിണി ബ്രാഹ്മിണാണ്. അപ്പം അച്ഛൻ്റെ അച്ഛനും അമ്മയും മരിച്ച സമയത്ത്, അച്ഛൻ്റെ അച്ഛൻ മരിച്ച സമയത്തും അവർ ഭയങ്കര CSIക്കാരായിരുന്നു. ഭയങ്കര അങ്ങനെയുള്ള ഒരു ജീവിത ഇതും എല്ലാം. ഫുൾ ഇംഗ്ലീഷേ വീട്ടിൽ സംസാരിക്കുള്ളൂ. പ്രമോദേട്ട എന്താ ചോള ഏട്ടാ പുഴുങ്ങി കഴിച്ച ആരോഗ്യമൊക്കെ ശരിയാവട്ടെ. വേണ്ട പ്രമോദേട്ട. ആര് തന്നെയാ? അവിടെ ഉണ്ടായതായിരിക്കും അല്ലേ, കർണാടകയിൽ നിന്ന് കൊണ്ടുവന്നായിരിക്കും. ചോളം വേണമെന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങനെ അച്ചാച്ചൻ മരിച്ച സമയത്ത്, അച്ചാച്ചനൊക്കെ ഭയങ്കര ക്രിസ്ത്യൻ ജീവിതത്തിൽ അങ്ങനെ പള്ളി എല്ലാമായിട്ട് ഭയങ്കര ബന്ധമുള്ള ആളായിരുന്നു. അതുകൊണ്ട് അച്ചാച്ചനെ പള്ളിയിൽ വെച്ചു. അച്ചാച്ചനാണ് ആദ്യം മരിച്ചത്, അച്ഛൻ്റെ അച്ഛൻ. അത് കഴിഞ്ഞ് അച്ഛൻ്റെ അമ്മ മരിച്ച സമയത്ത് പള്ളിക്കാർ വന്ന് ഭയങ്കര പറഞ്ഞു, എന്ത് ഇങ്ങനെ അടക്കം ചെയ്യണമെങ്കിൽ അങ്ങനെ എന്തൊക്കെയോ റെസ്ട്രിക്ഷൻസ് ഒക്കെ പറഞ്ഞു. അന്നും നമ്മൾ എന്താ പറയുക, എന്തോ കൂടുതലൊന്നും. ചേച്ചി നാള് വന്നോ? സൂസൻ ചേച്ചി വന്നോ? മാളുവിൻ്റെ ഹാപ്പി ബർത്ത്ഡേ അല്ലേ? ഹാപ്പി ബർത്ത്ഡേ പറയാം. ഞങ്ങളിപ്പോൾ പോയിട്ട് വരാം. മാളുക്കുട്ടി ഹാപ്പി ബർത്ത്ഡേ പറ. ഹാപ്പി ബർത്ത്ഡേ പറ. ഹാപ്പി ടു യു. വരുമ്പോഴേക്ക് കേക്ക് ഉണ്ടാക്കി വെക്കണം. പായസം വേണം. ആരാണെങ്കിലും ഞങ്ങൾക്ക് പായസം, ഞങ്ങൾ പോയിരുമ്പോഴേക്കും ഞങ്ങൾക്ക് പായസം വേണം. അപ്പം അങ്ങനെ അച്ഛൻ മരിച്ച സമയത്ത് പിന്നെ അങ്ങനത്തെ ഒരു വാക്ക് തർക്കം. പിന്നെ അച്ഛനെ പിന്നെ കുറേ ലേറ്റ് ആയിട്ടോ അടക്കം ചെയ്തത്. അങ്ങനെ കുറേ തർക്കങ്ങൾക്കൊക്കെ ഒടുവിൽ CSI പള്ളിയിൽ തന്നെ അടക്കം ചെയ്തു. അപ്പോൾ അച്ഛൻ അങ്ങനെ അപ്പോഴേ അച്ഛനും അമ്മയും കൂടെ ഒരു തീരുമാനം എടുത്ത്, ഓക്കെ നമ്മൾ മരിച്ചാൽ നമ്മൾ പൊതുശ്മശാനത്തിൽ വെച്ചാൽ മതി, ആർക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ അങ്ങനെ തർക്കത്തിൻ്റെ ആവശ്യമില്ല. കാരണം അമ്മ അങ്ങനെ പള്ളിയിലൊന്നും ചേർന്നിട്ടില്ല. അമ്മ ക്രിസ്ത്യൻ വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്, അങ്ങനെ പള്ളിയിലൊന്നും ചേർന്നിട്ടില്ല. അച്ഛനും അങ്ങനെ പള്ളിയിലൊന്നും പോകില്ലായിരുന്നു. അപ്പോൾ പിന്നെ പള്ളി മെമ്പർഷിപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെയാണ് അച്ഛൻ മരിച്ചപ്പോൾ അച്ഛനെ ഇവിടെ മൈലാടിപ്പാറ പൊതുശ്മശാനത്തിൽ കൊണ്ടുവന്നിട്ട് അടക്കം ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആർക്കും ഒന്നൊരു ഒബ്ജക്ഷനോ കാര്യങ്ങളോ അങ്ങനെ ഒരു നാണക്കേടോ അങ്ങനെ ഒന്നുമില്ല. മരിച്ചു കഴിഞ്ഞാൽ മണ്ണോട് മണ്ണാവും. അതിപ്പോൾ എവിടെ കിടന്നാൽ എന്ത് നമ്മൾ അറിയുന്നുണ്ടോ? ഇപ്പം തന്നെ കണ്ടില്ലേ ഉരുൾപൊട്ടലിൽ എത്ര ആളുകൾ മരിച്ചു, എത്ര പല ജാതി പല മതസ്ഥർ മരിച്ചു. എന്നിട്ട് എല്ലാവരും കൂടി ഒന്നിച്ചടക്കം ചെയ്തു, ഒന്നിച്ച് സമൂഹ പ്രാർത്ഥന ചൊല്ലി. ഇതിനകത്തൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു പാടുണ്ട്. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ തിരിച്ചു പോവുക. അപ്പം അതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെ ഞാനും കാത്തൂന് ചെളി കണ്ടാൽ ചെളി കണ്ടാൽ കാത്തൂനൊരു പ്രശ്നമുണ്ട്. ചെളിയിലൊന്നും ചവിട്ടില്ലോട്ടോ, ഭയങ്കര വൃത്തിക്കാരിയാ.
അവിടെയും ചെല്ലിയുണ്ടോ? അപ്പം ഞാൻ എടുക്കേണ്ടി വരും അല്ലേ? എടുക്കണോ? വേണ്ടല്ലോ. കാത്തു ബിഗ് ആളല്ലേ? കാത്തു അന്ന സുന്ദരിയാണോ? അന്ന സുന്ദരിയാ. ഇന്നലെ എന്നോട് പറയാം അന്ന സുന്ദരി അല്ലാന്ന്. കാത്തു സുന്ദരിയാണോ? കാത്തു സുന്ദരിയല്ല. കഴിഞ്ഞ ഏതോ ഒരു പ്രാവശ്യം അവൾ വന്നപ്പോൾ ഇവിടെ എൻ്റെ ഷാളി തട്ടി ഒന്ന് വീണേ. അതിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും അന്നെ വീഴ്ത്തിയിട്ടു അന്നെ വീഴ്ത്തിയിട്ടു. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞാൽ ഇന്ന് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടാട്ടോ കാത്തൂനെയും കൊണ്ട് ഇങ്ങനെ പോകുന്നത്. പിന്നെ അവിടെ ഒരു കൺമണി എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്. നല്ല രസമാണ് കുട്ടീൻ്റെ വർത്താനൊക്കെ കേൾക്കാൻ. കൺമണി കാത്തൂൻ്റെ ആരാ? കൺമണി കാത്തൂൻ്റെ ആരാ? ഫ്രണ്ട് പറ. കൂട്ടുകാരി. ബോബോനെയൊക്കെ കാണാം നമുക്ക്. അതേ ബോബോ കണ്ടോ? ബോബോ ഇവിടെയൊക്കെ പട്ടിയും പൂച്ചയും അതുപോലെ തന്നെ ആടും ഒക്കെ ഉണ്ട്. കാത്തൂന് ഇവിടെ നിന്നാട്ടോ പാല് കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് നമ്മളിങ്ങോട്ട് വന്നത്. ഞാൻ താളപ്പെട്ടാക്കുള്ള താളൊക്കെ പറിക്കുന്ന സ്ഥലം കേട്ടോ അത്. ചെളി ചവിട്ടരുത്. അപ്പ കാത്ത് ചെളി ചവിട്ടാതൊക്കെ ഭയങ്കര സൂക്ഷിച്ചാൽ നടക്കാം കേട്ടോ. അറപ്പാണ് ഭയങ്കര അവക്ക്. അപ്പോൾ ആ ചോദിച്ചതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞു തന്നില്ല. എന്തുകൊണ്ടാണ് അച്ഛനെ ശ്മശാനത്തിൽ അടക്കം ചെയ്തത്. അപ്പോൾ ക്ലിയർ ആയി തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായി ചോദിച്ചോളൂ. കൺമണി ഇവിടെ ഉണ്ട്. കാത്തു അങ്ങോട്ട് വരട്ടെ. എങ്ങനെയാ കയറുക? ആകെ ഇത് ഇവിടെ കുട്ടികളുടെ പാർക്ക് ഉണ്ട് കേട്ടോ. കാത്തിന് കയറണോ? ഇത് സ്കൂളാട്ടോ. സ്കൂളിൽ കുട്ടികളുടെ പാർക്ക് ഉണ്ട്. അപ്പം ഞങ്ങളും കയറട്ടെ. ദേ നമ്മളെ പിള്ളേരൊക്കെ കൂടെ. ഇതാണ് നമ്മുടെ കൺമണി. കാത്തു കൺമണിന്റെ കൂടെ പോയി കളിച്ചോ. കാത്തുന് ഭയങ്കര ഇഷ്ടം കളിക്കാം. കാത്തു അതിൽ കയറാൻ പറ്റില്ല. കയറാൻ പറ്റുമോ നോക്കിയാ. പിള്ളേരെ എന്റെ ഫോളോവേഴ്സ് ആട്ടോ. എന്റെ വീഡിയോ ഒക്കെ കാണുന്ന പിള്ളേരാണ് ഇവര്. നിങ്ങൾ ഇല്ല എന്റെ വീഡിയോ കാണാറില്ലേ? ദേ കാത്തുന് പൂച്ചക്കുഞ്ഞിനെ കിട്ടി. കാത്ത് തലോലിച്ചോണ്ടിരിക്കുന്ന പൂച്ചനെ. ഇതാരാ കാത്തു? പൂച്ചക്കുട്ടി. ഈ വീട് ഞാനും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട് കേട്ടോ. ഞാൻ കുഞ്ഞായിരിക്കും ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. എൻ്റെ കൂടെയാണ് ഇവിടുത്തെ മോൻ്റെ മോള് പഠിച്ചത്. ഇപ്പം ഇത് തറവാടാണ്. വേറെ ചേട്ടൻ്റെ പിള്ളേരാണ് താമസിക്കുന്നത്. അവനും എൻ്റെ കൂടെ പഠിച്ചതാണ്. അവർക്ക് ഒത്തിരി കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം കുറവാണ്. കാത്തു കാലിൽ ചെളിയാവോ? പശുവിനെ കാണാൻ പോവാം. കൺമണിക്ക് പറ്റില്ല എടുക്കാൻ. നിനക്ക് പറ്റുമോ? വീഴരുത്. കൺമണിനെ എടുത്തിട്ട് വരും. ജിത്തുവിനെ എടുത്തിട്ടുണ്ട്. അമ്മൂനെ. ജിത്തു ഇപ്പൊ ഇവിടെ ഉണ്ടോ? ഇല്ല. സൂക്ഷിച്ച് നടക്കണേ. അതെ കാത്തൂന് പാല് കൊടുക്കുന്ന പശുക്കളാണ്. എനിക്ക് പേടിയാണ്. ഞാൻ വളരെ സൂക്ഷിച്ചേ നടക്കും. പിള്ളേര് പശുവിനെ കൊണ്ടൊക്കെ കാത്തൂന് തിരിച്ചു പോകാൻ ഒട്ടും മനസ്സില്ല കേട്ടോ. വീട്ടിലേക്ക് തിരിച്ചു പോകാൻ. അപ്പം ഞാൻ പറഞ്ഞു നിൻ്റെ അപ്പുക്കുട്ടൻ്റെ പാൽ ആരെങ്കിലും എടുത്ത് കുടിക്കണം. അങ്ങനെ പറഞ്ഞാൽ ചാടി വരും. അതിനാണിപ്പോൾ ഓടുന്നത്. അപ്പുക്കുട്ടൻ്റെ പാൽ കുടിക്കാനുള്ള ഓട്ടാണത്. നിൽക്കി ചെളി അന്നെ എടുക്കാം. ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോകാം കേട്ടോ. ജോൺസേട്ടായി ജസ്റ്റ് കടയിൽ പോകാൻ ഇറങ്ങിയപ്പോൾ ഞാനും സ്കൂട്ടറിലൊന്ന് കയറിയിരുന്നു കേട്ടോ. എനിയിപ്പോൾ ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് എവിടേക്കാണ് ചോദിക്കുന്നത്. ഇവിടെ തൊട്ടടുത്ത വീട്ടിലേക്ക് തൊട്ടടുത്ത് ഈ കടയിലേക്ക് പോകാം. ഇവിടെ തന്നെ നമ്മുടെ റീന ചേച്ചിന്റെ കട. ഇത് നമ്മുടെ ബേബി ചേട്ടൻ എന്തൊക്കെയോ പറയണേ. റീന ചേച്ചിന്റെ കടയിൽ ഇല്ലാത്ത സാധനങ്ങളില്ല കേട്ടോ. സത്യം പറഞ്ഞ റീന ചേച്ചി ഈ കൊല അവിടുന്ന് വെട്ടിക്കൊണ്ടുവന്നല്ലേ? നമ്മുടെ ആശക്കുട്ടീൻ്റെ, റീനേച്ചീൻ്റെ, ആഷ്ലീൻ്റെ, ബാബുവേട്ടൻ്റെ കടയാണ് കേട്ടോ. ഇവിടെ ഇല്ലാത്ത സാധനങ്ങളിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയും ഇവിടെ ഉണ്ട്. ചേച്ചി ഇന്നലത്തെ മിഠായിന്റെ പൈസ എത്രയാന്ന് പറഞ്ഞില്ലല്ലോ. ഞാനിവിടെ ചേച്ചീൻ്റെ കടയിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഓരോന്നൊക്കെ എടുത്തോണ്ട് തിന്നു കേട്ടോ. പിന്നെ ആൽവി എപ്പോഴും കട്ടെടുത്ത് കൊണ്ട് തരും. കേൾക്കണ്ട, മിഠായിക്ക് എനിക്ക് കൊണ്ടുതരും. ഞങ്ങളിവിടെ ജസ്റ്റ് ഇന്ന് മാളുവിൻ്റെ ബർത്ത്ഡേ പറഞ്ഞില്ലേ. അപ്പോൾ മാളുവിന് ബലൂൺ വേണം എന്നിട്ട് ബലൂൺ വാങ്ങാൻ വന്നേ കേട്ടോ. ചേച്ചി അങ്ങനെ ഇതേ ഞാനൊരു സോഡയും ബലൂണും വാങ്ങി തിരിച്ചു പോകാൻ. ചേച്ചി എനിക്ക് കുറച്ച് നിലക്കടല, തൊണ്ടോട് കൂടി നിലക്കടലയില്ലേ, അതും തന്നു. ഞങ്ങൾ തിരിച്ചു പോകുക കേട്ടോ. മാളുവിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കണം. അപ്പം മാളൂറ്റിൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഇന്നിപ്പോൾ അവിടെ ആരും ബർത്ത്ഡേയോ അങ്ങനത്തെ എന്തെങ്കിലും ആരും വിളിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനവിടെ എത്തിയിരിക്കും. അപ്പോൾ ജോൺസേട്ടെ ചക്കരനെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ മാളുവിൻ്റെ ബർത്ത്ഡേക്ക് പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. എനിക്ക് വയ്യ, എനിക്കും തീരെ വയ്യ. ഞാൻ ഇങ്ങനെ എനർജറ്റിക്കായി നടക്കുന്നതേ ഉള്ളൂ. അപ്പം ഞങ്ങളിപ്പം മാളുവിൻ്റെ വീട്ടിൽ പോവാണ്. കേക്ക് മുറിക്കുമോ നമുക്ക് നോക്കാം. എന്ത് മുറിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ പോയി വരും. ഒരു ബിസ്ക്കറ്റെങ്കിലും തിന്ന് വരും.
നെറ്റിലാണ് സെറ്റേ, വൈഫൈ ഇല്ല ഇവിടെ. എന്തോ കുഴപ്പമുണ്ട്. മാളൂട്ടിൻ്റെ ബർത്ത്ഡേ ആയിട്ട് മാളൂട്ടിക്ക് ഗിഫ്റ്റ് ഒന്നും വാങ്ങിയില്ല കേട്ടോ. ഇനി ഞാൻ 2 ദിവസമായി പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ല, വയ്യായിരുന്നല്ലോ. അപ്പോൾ നാളെ മാളൂട്ടിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണം. പിള്ളേർക്ക് അതൊക്കെ ഒരു സന്തോഷമല്ലേ. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ, കുറേ ഇൻസിഡൻറ്റ്സ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ കേട്ടോ. ത്രില്ലിങ്ങുമാണ്, ഇൻസ്പിറേഷനാണ്, സങ്കടം തോന്നും. ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും നമുക്ക് മാളക്കുട്ടീൻ്റെ ബർത്ത്ഡേക്ക് പോയി കേക്ക് കൊടുക്കാം. അവിടെ സൂസൻ ചേച്ചിയുണ്ട്, ആരൊക്കെയോ റെഡിയായി നിൽപ്പുണ്ട് കേട്ടോ. ഇതാണ് മാളൂട്ടീൻ്റെ വീട്. മാളൂട്ടീൻ്റെ ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. അല്ല കാത്തു വന്നില്ലേ? കാത്തു വന്ന ഈ കേക്ക് മുറിക്കണം എന്ന് പറഞ്ഞ കാര്യം ചേച്ചി. അതൊന്നും സാരമില്ലായിരുന്നു. എന്നെ കൂട്ടി ഞാൻ കുറേ പറഞ്ഞു, കുറേ പറഞ്ഞു. അപ്പം മുറിക്കണം എന്ന് പറഞ്ഞ കാര്യം. ആ എന്നാ ഞാൻ പോയി എടുത്തിട്ട് വരാം. ദേ കാത്തു, ഹാപ്പി ടു യു. ആരുടെ ഹാപ്പി ടു യു? നമ്മുടെ മാളൂട്ടീൻ്റെ ഹാപ്പി ടു യു ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടോ? ചെറുതായിട്ട് ജോൺസണിലെ പരിപാടിയാണ്. ആണോ? ബലൂണൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടാണ്. കാത്തു ഹാപ്പി ടു യുവിന്റെ മുറിക്കാറായില്ല. കാത്തിരിക്കുന്നൊക്കെ കാത്തു വിചാരിക്കുന്നുണ്ടാവോ കാത്തുവിന്റെ ബർത്ത്ഡേ? കാത്തു ആരുടെ ഹാപ്പി ടു യു? ഹാപ്പി ടു യു അവിടെയൊക്കെയല്ലേ കുട്ടിയെ. അപ്പൊ അവിടെ നിൽക്കേണ്ടി വരുമോ? നമ്മുടെ മാളുവിന് എന്ത് ലൈറ്റ് ഉണ്ടാവും ധാരാളം. കാത്തു എപ്പോഴും എല്ലാവരുടെ ബർത്ത്ഡേക്കും കേക്ക് മുറിക്കാൻ കഴിയേ. ഇപ്രാവശ്യം അവളുടെ അമ്മമ്മ പറഞ്ഞു വിട്ടു മാളുവിന്റെ ബർത്ത്ഡേ ആണ്, കാത്തു മുറിക്കരുത്. അതുകൊണ്ട് കാത്തു വന്ന് മുറിക്കാതെ റീസെന്റ് ആയിട്ട് നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു. കാത്തു നോക്കുന്നു കാത്തു ചാച്ചോ അമ്പടാ. കാത്തു കണ്ടോ കേക്ക് മുറിക്കാതെ മാറിയുന്നേ മാളുവിന്റെന്ന് പറഞ്ഞോണ്ട്. ഈ കാറ്റുറ്റി തിന്നോ കേക്ക് തിന്നു. മാളിച്ചേച്ചിക്ക് കേക്ക് വെത്തോ? മേളിച്ചേച്ചിക്ക് വെത്തോ? മാളിട്ടിയെ ആ സുന്ദരി കുട്ടയ്ക്ക് തങ്കച്ചേട്ടൻ വന്നപ്പോ ബിരിയാണി പാഴ്സലും കൊണ്ടാ വന്നത്. മാളൂന് മാലക്കൊഴുമ്പൊക്കെ മാത്രമേ ഇച്ചിരി നമുക്ക് എല്ലാവർക്കും കഴിക്കാം. എനിക്ക് വിശക്കുന്നില്ലേ ചേച്ചി? ഒരു ഒരിപ്പെടുത്താൻ കഴിക്കാം. അങ്ങനെ മാളുവിന്റെ ബർത്ത്ഡേ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബിരിയാണി തിന്നാൻ പോവാണ്. അല്ലേ കാത്തു? നമ്മള് ബർത്ത്ഡേ കേക്കൊക്കെ തിന്നു, ബിരിയാണി തിന്നു. എവിടെ പോവാ? ഷിൻഡത്ത് പോവാ പറ. കാത്തു നടന്നോളും കേട്ടോ, അപ്പൊ അതുകൊണ്ട് വലിയ വഴക്കില്ല. മഴ പെയ്യുന്നുണ്ട്. കാത്തുമോളെ കൊണ്ട് ഒരു വഴക്കൂല അന്നാൻറ്റിക്ക്. പക്ഷെ ഇന്നും അന്നാൻറ്റീനെ കുഴക്കി. ഇന്ന് പിള്ളേരുടെ കൂടെ കളിക്കാൻ പോയിട്ട് കൊച്ചു തിരിച്ച് വീട്ടിനകത്തേക്ക് കയറില്ല. എൻ്റെ പൊന്നേ, എവിടെ നമ്മളിന്ന് കളിച്ചേ? എല്ലാം അറിയാം, ചോദിച്ചു ഓർമ്മിപ്പിക്കാത്തതായിരിക്കും നല്ലത്. ലഡു തിന്നണ്ട നമുക്ക്? അന്നെ ലഡു വാങ്ങിയിട്ട് തിന്നാം. ഞാൻ ഷാജോട്ടിനെ കൊണ്ട് ലഡു വാങ്ങിപ്പിച്ച് വീടിൻ്റെ സിറ്റ് ഔട്ടിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തിന്നാം. സ്കൂളിൽ പോട്ടേന്നോ? ആ ഇപ്പൊ വിടാം മഴയത്ത്. കാത്തുള്ളതുകൊണ്ടാട്ടോ ഓരോ ദിവസവും എൻ്റെ അധികം ഇതില്ലാതെ ഒരു പോസിറ്റീവിൽ ഇങ്ങനെ പോകുന്നത്. എനിവേ, നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് ചോദിക്കാം. അപ്പം ആ കമൻറ്റിനുള്ള ഉത്തരങ്ങൾ, ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ ഞാൻ ഓരോ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരാം കേട്ടോ. അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമല്ലോ ഓരോ വീഡിയോ. എനിവേ, ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം, വേഗം കാണാം. യെസ്, ഇറ്റ്സ് മീ അന്ന ജോൺസൺ ഫ്രം അന്യൂസ് വിത്ത് തിന്നു തിന്നുകൊണ്ടേയിരിക്കൂ. ഗുഡ് നൈറ്റ്.